തൃശ്ശൂരിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മേയർ നമുക്കൊപ്പം ചേരുകയാണ്. മേയർ എന്താ സംഭവിച്ചതെന്നാണ് വിവരം? ഇത് യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം വലിയൊരു കാറ്റ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലെ ഒരു കാറ്റ്. ആ കാറ്റ് പിടിച്ചതോടു കൂടിയാണ് ഇത് പൊന്തി ഇങ്ങനെ വന്ന് കിടക്കുന്നത്. മുമ്പ് നമ്മൾ പല പ്രാവശ്യം പരിശോധിച്ചപ്പോഴും ഇങ്ങനൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇനി വരുന്ന കാലവർഷം തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം മാത്രമല്ല, ഈ പ്രാവശ്യത്തെ കാലവർഷം കാറ്റോടു കൂടി ആയിരിക്കും എന്നുള്ളൊരു സൂചനയും കൂടിയാണിത്. അപ്പോൾ അടിയന്തരമായി നമ്മൾ പ്രിക്വേഷൻ ഉണ്ടാക്കണം. ഒപ്പം തന്നെ മറ്റ് ബിൽഡിങ്ങുകൾക്ക് നമ്മൾ ഓൾറെഡി എടുത്ത തീരുമാനം ഒന്നും കൂടി ഘടിപ്പിച്ച് ഏതൊക്കെ തരത്തിലാണ് ഇനി ബിൽഡിങ്ങുകളുടെ ട്രസ്സുകൾ നിൽക്കുന്നതെന്ന് ഒരു പരീക്ഷണം കൂടി നമ്മൾ എല്ലാം വിട്ട് അന്വേഷിപ്പിച്ച് ബാക്കി നടപടിയായിട്ട് പോകേണ്ടി വരും. നാളെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതായിട്ടുള്ള അറിവ് മേൽക്കൂരയ്ക്ക് നേരത്തെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിരുന്നു? കൂരയ്ക്ക് അങ്ങനെ ഒരു തകരാറ് നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ഒരു ചിത്രമാണ്, അതാ ഒരു ആഴ്ചകൾക്ക് മുമ്പ് എടുത്ത ചിത്രമാണ്. അതായത് ഇതിനകത്ത് കാണാം, മുകളിലെ ഒരു തൂണ് വിട്ടിരിക്കുകയാണ്. ആ തൂണ് മുറിച്ചു മാറ്റിയതിനു ശേഷം ആ മേൽക്കൂര അതേപടി നിലനിർത്തുകയാണ്. നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അപ്പോൾ അത് മുറിച്ചു മാറ്റിയപ്പോൾ ആരായിരിക്കും മേയർ? അങ്ങനെയാണെങ്കിൽ അല്ല, അതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാനിതിപ്പോൾ കാറ്റ് എന്നുള്ള കണ്ടീഷനാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ കാറ്റുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത് പറന്നു വന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഒന്നും കൂടി പരിശോധിക്കും, എന്താണ് സംഭവം എന്നുള്ളത് പരിശോധിക്കും. ഇതാരാന്നൊക്കെ അപ്പോൾ പരിശോധിക്കണ്ട നമുക്ക്? അങ്ങനെയാണെങ്കിൽ മുറിച്ച് മാറ്റിയിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു പരിശോധന നടത്തുമ്പോഴല്ലേ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ അവിടുന്ന് വന്നു, ഇവിടെ കിടക്കുന്നു, അത് കണ്ടു. കാരണം കാണുമ്പോൾ വലിയ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നത്, അധികം പഴക്കം വന്നിട്ടില്ല. അപ്പോൾ കാറ്റിൻ്റെ കാഠിന്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആയിരിക്കാൻ പരിശോധിക്കാണ്ടിരിക്കില്ല. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ് തൃശ്ശൂർ മേയർ എം കെ വർഗീസ് തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഇത് രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസും കടക്കുന്നു. എന്തായാലും മഴക്കാലം അടുത്തിരിക്കുന്നു, കനത്ത കാറ്റ് തന്നെയാണ് തൃശ്ശൂരിൽ ഉണ്ടായത്, അതിൽ സംശയമില്ല. പക്ഷേ ഈ വലിയ അപകടം അത് വലിയ ഭീതി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.